ഇർഫാന, ആയിഷ, റിദ, നിദ 4 പേരും അന്ത്യവിശ്രമത്തിലേക്ക് പോകുന്നു. അതിനു മുന്നോടിയായി കരിമ്പനക്കൽ ഹാളിൽ പൊതുദർശനം നടക്കുകയാണ്. നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനായി ഹാളിലേക്ക് എത്തുന്നത്. ഗൂഗിൾ VS വിവരങ്ങളുമായി അവിടെ നിന്നും ചേരുന്നു. ഗൂഗിൾ, ജനത്തിരക്ക് ഉണ്ടോ? പുറത്തേക്കും ക്യൂ നീളുന്നതായി നേരത്തെ ബിന്നിൽ പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഒരുപാട് പേര് ഇപ്പോഴും അന്തിമോപചാരം അർപ്പിക്കാനായി സ്ഥലത്തെത്തുന്നുണ്ടോ? ഇപ്പോഴും ഒരുപാട് പേർ അന്തിമോപചാരമായി അർപ്പിക്കാനായി ഇവരെ ഒരു നോക്ക് കാണാനായി ഇവിടേക്ക് എത്തുന്നുണ്ട്. റിദ, ഇർഫാന, നിദ, ആയിഷ, ഇവരെ ഈ നാടിൻ്റെ നോവായി മാറിയ ഇവരെ ഒരു നോക്ക് കാണാൻ പ്രദേശവാസികളും അതോടൊപ്പം തന്നെ ഈ പരിസരത്തുള്ള എല്ലാവരും ഇത് കേട്ടറിഞ്ഞ് വാർത്തകളിലൂടെയൊക്കെ ഇവർ കണ്ടറിഞ്ഞ് ഇങ്ങോട്ട് എത്തിയവരുമായി നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ഇവരുടെ സ്കൂളിലൊപ്പം പഠിച്ച വിദ്യാർത്ഥികൾ, അവരുടെ അധ്യാപകർ, അവരൊക്കെ തന്നെ ഇവിടെ എത്തി അവസാനമായി ഇവർ നോക്ക് കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം അമ്മമാരും ഉമ്മമാരും ഇവരോടടുത്ത് അവസാനമായി തങ്ങളുടെ മക്കൾ ഒരു നോക്ക് കണ്ട് കാണാനായി ഇവിടെ ഇരിക്കുന്നുണ്ട്. അവസാനമായി പ്രാർത്ഥനകൾ ചൊല്ലി ഇങ്ങനെ തങ്ങളുടെ മക്കളെ ായുള്ളൊരു ഒരിക്കൽ കണ്ണുനീർ ഒഴിക്കുന്ന കാഴ്ചകൾ, വളരെ ദുഃഖകരമായ കാഴ്ചകളും നമുക്ക് കാണാനാവുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ അധികം നേരം നമുക്കിങ്ങനെ ഈ ഒരു കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയില്ല. അത്രമാത്രം വിഷമമുണ്ടാക്കുന്നുണ്ട്. ഓരോ നിമിഷവും ഇവിടേക്ക് വിഷമമുണ്ടാക്കുന്നതാണ്. ഇവർ ഇന്നലെ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു. അവസാനം ഈ അപകടം നടക്കുന്നതിൻ്റെ ഏതാനും സെക്കൻഡുകൾ, മില്ലി സെക്കൻഡുകൾ മുൻപുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആടിപ്പാടി ഉല്ലസിച്ചുകൊണ്ട് ഇനി എത്തുക, അടുത്ത പരീക്ഷയ്ക്കായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുക, അങ്ങനെയൊക്കെ ഒരുപാട് സ്വപ്നവുമായി ഇവർ വീട്ടിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് സിമൻറ്റ് കയറ്റി വന്ന ഒരു ലോറി ഇവരുടെ ഒരു മരണദൂതനായി മാറുന്നതും ഇവരുടെ ജീവിതം തന്നെ കവർന്നെടുക്കുന്നത് നമ്മൾ കണ്ടത്. ഇർഫാനയുടെ ഉമ്മയെ പറ്റി ആലോചിക്കുമ്പോൾ നെഞ്ചു പൊട്ടിപ്പോകുന്നുണ്ട് നമ്മളടക്കമുള്ള എല്ലാ മലയാളികൾക്കും. കാരണം ദൂരെ നിന്ന് അവർ 4 പേരും സന്തോഷത്തോടെ വരുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഉമ്മയുടെ മുന്നിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇർഫാനയ്ക്ക് എന്തു പറ്റി എന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ഒരു പകച്ചുപോലായിരുന്നു ആദ്യമെങ്കിലും. പിന്നീട് ഈ അമ്മ തന്നെ ഫോണിൽ വിളിച്ച് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് പറയേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായി. തീർച്ചയായും അത് തന്നെയാണ് ഞാനിപ്പോഴും ആലോചിച്ചത്. അതായത് ഇർഫാനയുടെ അമ്മയുടെ ഒരു സ്ഥിതി അത് വളരെ ദുഃഖകരമാണ്. എല്ലാ ഉമ്മമാരുടെയും, ഈ 4 കുട്ടികളുടെയും ഉമ്മമാരുടെയും സ്ഥിതി വളരെ മോശമാണ്. കാരണം അവർക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് മുക്തി നേടാൻ കഴിയുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളൊരാളെ ആശ്വസിപ്പിക്കാനായി പറയും എല്ലാം ശരിയാകും എന്ന് പറയും. നമുക്കിവിടെ അങ്ങനെ പറയാൻ കഴിയുമോ? അങ്ങനെ പറഞ്ഞ് ഇവർക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുമോ? അങ്ങനെ നമ്മൾ ചെയ്യണം. പക്ഷേ എങ്ങാനും അതിനപ്പുറത്തേക്ക് അത് അവർക്കൊരു ആശ്വാസമാകും. എത്ര കാലമെടുക്കും അവർ ഈ ആഘാതത്തിൽ നിന്ന് മുക്തി നേടാൻ? കാരണം ഈ കുട്ടികൾ വളരുന്നതും വലുതാകുന്നതും വലിയ നിലയിലെത്തുന്നതുമൊക്കെ ഇവർ സ്വപ്നം കണ്ടിരിക്കും. കൗമാരക്കാരാണ്, അതായത് ജീവിതം ജീവിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ നിരവധി സ്വപ്നങ്ങളുണ്ടാകും. പഠനത്തിലുമൊക്കെ മുൻപിൽ നിൽക്കുന്ന 4 പെൺകുട്ടികൾ കലയിലും അതോടൊപ്പം തന്നെ മറ്റ് പല മേഖലയിലും കഴിവ് തെളിയിച്ചവർ, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നവർ. ഗോകുൽ, നമുക്ക് മനസ്സിലാവുന്നത് വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന കുടുംബങ്ങൾ കൂടിയാണ് ഇവരൊക്കെ എന്നുള്ളതാണ്. ഏറെ പ്രാധാന്യം കൊടുക്കുന്നു വിദ്യാഭ്യാസത്തിന്. അതുകൊണ്ട് തന്നെ ഇവരിൽ പലരുടെയും സഹോദരങ്ങൾ ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലടക്കം പഠനം നടത്തുന്നവരാണ്. അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെയൊക്കെ വിദ്യാഭ്യാസവും വളരെ സന്തോഷത്തോടു കൂടി ഇവരൊക്കെ ഉറ്റുനോക്കിയിരുന്നിട്ടുണ്ടാവണം ഈ കുഞ്ഞു മക്കളൊക്കെയും പഠിച്ച് വളർന്ന് വലിയ നിലയിലാവുന്നത്. തീർച്ചയായിട്ടും അതെല്ലാം അങ്ങനെ തന്നെയാണ്. അത് സ്വാഭാവികമായി ഏതൊരു അച്ഛനമ്മയും ആഗ്രഹിക്കുന്നത് വലിയ രീതിയിലേക്ക് മക്കളെത്തണം, പഠിച്ച് വലുതാകണം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും. പ്രധാനമായും 8ാം ക്ലാസ് കഴിഞ്ഞ് ഇനി അടുത്ത ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും. അത് എല്ലാ അച്ഛനമ്മമാരിലും ഉണ്ടാകും. അതൊക്കെ ഒരു ദിവസം പെട്ടെന്നില്ലാതെയാകുമ്പോൾ വല്ലാത്ത വിഷമം. അത് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള വളർച്ച ഓർത്ത് മാത്രമല്ല, തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഒരു പാതി ഹൃദയം എന്ന് പറയില്ല, ആ പാതി ഹൃദയമാണ് ഓരോ അച്ഛനമ്മമാർക്കും മക്കൾ. അവരത്രമാത്രം എല്ലാ അച്ഛനമ്മമാരും മക്കളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അതില്ലാതെയാകുന്ന ഒരവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഒക്കെ സാഹചര്യത്തിൽ കേരളത്തിലുള്ള ഏതൊരു അച്ഛനമ്മയായാലും അവർ പലരും മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. മക്കളുടെ ഭാവിക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. പലതും അവർ ത്യജിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ ഊണും ഉറക്കവും അധ്വാനവും ഒക്കെ അവർ ചെലവഴിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്, മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ അത്രമാത്രം മക്കളെ സ്നേഹിക്കുന്നവരാണ് ഓരോരുത്തരും, ഓരോ രക്ഷിതാക്കളും.
അപ്പോൾ അങ്ങനെ ആ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ചങ്ക് പറയുന്ന വേദന എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിലും വലിയ വേദനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു മാനസിക സംഘർഷത്തിലൂടെയായിരിക്കും ആ കുടുംബങ്ങൾ ഓരോരുത്തരും കടന്നു പോവുക, പ്രത്യേകിച്ചും അച്ഛനമ്മമാരും. കാരണം മറ്റുള്ളവർക്കൊക്കെ ഒരു പക്ഷേ കുറേ കഴിയുമ്പോൾ ഇതിൽ നിന്നൊരു മുക്തി ഏതെങ്കിലും രീതിയിലൊക്കെ ലഭിച്ചേക്കാം. പക്ഷേ അച്ഛനും അമ്മയ്ക്കും അത് ഉണ്ടാകാൻ കഴിയുമോ? അങ്ങനെ കഴിയട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് എത്രമാത്രം പ്രയാസകരമായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഗോകുൽ, അതിനൊരു കൈത്താങ്ങിന്റെ ഒക്കെ ആവശ്യം ഒരു പക്ഷേ വേണ്ടി വന്നേക്കും, മാനസികമായ ഒരു പിന്തുണ നൽകാൻ.